ഓതാൻ കഴിയാത്ത സാഹചര്യമുള്ള പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഉണ്ടാകും. അവരെ സംബന്ധിച്ച് അവർ ചെയ്യേണ്ട ഒരു സംഗതി, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അവരെ കൂട്ടത്തിലൊന്ന് ഇരിക്കുക, ദിക്ർ ചൊല്ലുക. അത് നമുക്ക് തടസ്സമില്ല. വിശുദ്ധ ഖുർആൻ തൊടാനും ഓതാനും അതിന് മാത്രമേ തടസ്സമുള്ളൂ. ബാക്കിയുള്ളതിനൊന്നും ഒരു തടസ്സമില്ല. വിശുദ്ധ ഖുർആനിലേക്ക് നോക്കണീന് കുഴപ്പമില്ല. അടുത്തുള്ള ആൾ വിശുദ്ധ ഖുർആൻ മറിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കി അതിലേക്ക് ഇങ്ങനെ നോക്കി ഓതുമ്പോൾ നമ്മളെന്ത് ചെയ്യുക, അതിൻ്റെ അടുത്തിരുന്നു കൊണ്ട് ആ വിശുദ്ധ ഖുർആനിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അവരോന്ന് സശ്രദ്ധം ശ്രദ്ധിച്ചുകൊണ്ട് കേട്ടുകൊണ്ട് നമ്മൾ അതിനെ യാസീൻ 3 പ്രാവശ്യമെങ്കിലും തീർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് ഈ ദിവസം എന്ന് മാത്രമല്ല എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു സംഗതിയാണ്. കാരണം നമ്മിൽ നിന്നും വിശുദ്ധ ഖുർആൻ ഒരു ദിവസം ഒഴിഞ്ഞു പോകാൻ പാടില്ല. നമുക്കൊരു ചെറിയൊരു തടസ്സമുണ്ട് എന്ന് കരുതിയിട്ട് ആ തടസ്സം ഇന്നിപ്പോൾ ഏതായാലും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട, അങ്ങനല്ല. നമ്മളെ കൊണ്ടാകുന്ന രൂപത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്യണം. യാസീൻ ഓതുന്ന സ്ഥിരമായി യാസീൻ ഓതുന്ന ഉമ്മമാരൊക്കെ ഉണ്ടാവും, സഹോദരിമാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഏതായാലും ഒരാഴ്ച എങ്ങനെയാണ് പോട്ടെ, അങ്ങനെയല്ല. നമ്മൾ എല്ലാ ദിവസവും യാസീൻ ഓതുന്നവരോ അല്ലെങ്കിൽ കേൾക്കുന്നവരായിട്ട് മാറണം. ഇനി അതിനും നമ്മുടെ കൂട്ടത്തിൽ ആരും വിശുദ്ധ ഖുർആൻ അടുത്ത മക്കളോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആരുകളോ ആളുകളോ ആരും യാസീൻ ഓതുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളെ ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, ചിലപ്പം വിദേശത്തെ കുട്ടികൾ ചിലപ്പോൾ പഠിക്കാൻ അങ്ങോട്ട് കൊണ്ടൊക്കെ പോകില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനുള്ള അവസരം നമുക്കുണ്ട്. നമ്മുടെ ഫോണൊന്ന് ഓണാക്കി വെക്കുക. അതിന് ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും ഒരു പ്രയാസമില്ല. വിശുദ്ധ ഖുർആൻ ആര് ഓതി അത് കേട്ടാലും, ഇനി ഫോണായാലും അല്ലെങ്കിൽ TV ആയാലും വേണ്ടില്ല, മറ്റുള്ള എന്ത് സൗകര്യമായാലും വേണ്ടില്ല, ആര് ഓതുന്നത് കേട്ടാലും വിശുദ്ധ ഖുർആനാണോ എങ്കിൽ അതിന് കൂലിയുണ്ട്. ആര് ഓതുന്നത് കേട്ടാലും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ കേൾക്കണം. അത് അതിൻ്റെ ഒരു അദബാണ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക.